ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. ഇന്ന് നമ്മൾ LP UPയുടെ മലയാള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കാണാം ഒത്തിരി മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുൻകാല ചോദ്യങ്ങളുടെ ബുക്കാണ്. ഇത് KTET, LP UP, ഡിഗ്രി ലെവൽ, LDC തുടങ്ങി മലയാളമുള്ള എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ്. ഇത് വാങ്ങാത്തവർ വാങ്ങുക. അപ്പോൾ ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന പരീക്ഷകളുടെ വീഡിയോ ക്ലാസ്സും നമ്മൾ ബുക്ക് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പ് വഴി നമ്മളുടെ ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ബുക്കിൻ്റെ ക്ലാസ്, പിന്നെ അതിന് ശേഷം നടന്നിട്ടുള്ള പരീക്ഷകളുടെ മലയാളം ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്, പിന്നെ അതുകൂടാതെ SCERT ക്ലാസ്സും കൊടുക്കുന്നുണ്ട് വീഡിയോ ക്ലാസ് ആയിട്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ചെയ്യാത്തവർ അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് LDC, CPO, ഡിഗ്രി ലെവൽ, ഫയർമാൻ തുടങ്ങിയ പരീക്ഷകളിലെ മലയാളത്തിൻ്റെ പെയ്ഡ് ക്ലാസ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിലുണ്ട്. വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 28/4/2022 LP സ്കൂൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന വ്യാകരണ ഭാഗം എന്ന് പറയുന്നത് തഥ്യതമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തഥ്യതത്തിന് ഉദാഹരണം ഏതാണ്? ഓട്ടം, കേമത്തം, നടത്തം, പഠിത്തം. അപ്പൊ തഥ്യതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദമല്ലേ? ഓട്ടം, ഓടുക, ക്രിയയിൽ നിന്നുണ്ടായതാ. കേമത്തം, അതാണ് ഉത്തരം. പിന്നെ നടത്തം, പഠിത്തം, അതൊക്കെ ക്രിയയിൽ നിന്നുണ്ടായതാണ് അല്ലേ? നമുക്ക് എന്താണ്? നാമങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് വേണ്ടത്. അപ്പൊ ഓപ്ഷൻ B ആണ് ഉത്തരം. അടുത്തത്, വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. ആരുടെ വരികളാണ്? G. ശങ്കരക്കുറുപ്പിന്റെ കൃതി എന്റെ വേളി. അപ്പൊ എന്റെ വേളി എന്ന കവിതയിലെ വരികൾ. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഡാഷ്. കൊയ്ത്തുപാട്ട്, കൈകൊട്ടിക്കളിപ്പാട്ട്, മാപ്പിളപ്പാട്ട്, തോറ്റൻപാട്ട്. അതിലെ തോറ്റൻ പാട്ടാണ് അനുഷ്ഠാന പാട്ടുകളിൽ വരുന്നത്. അപ്പൊ തോറ്റൻ പാട്ടെന്ന് പറഞ്ഞാലേ തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേന്നാൾ കെട്ടിയാടുന്ന തോറ്റം, വെള്ളാട്ടം എന്നിവയ്ക്കും പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത്. അടുത്ത SCERT എന്ന് ചോദിച്ചേക്കാണ്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? അപ്പൊ നമ്മുടെ SCERT ടെക്സ്റ്റില് കിടപ്പുണ്ട് വെള്ളായിയപ്പൻ കടൽ തീരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അല്ലെ? OV വിജയന്റെ കടൽ തീരത്ത് എന്ന നോവലിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. അപ്പൊ മകന്റെ വധശിക്ഷയാണ്. ഇപ്പൊ ജയിലില് വധശിക്ഷ കഴിഞ്ഞ് ബോഡി ഏറ്റുവാങ്ങാൻ പോകുന്നത്. അപ്പൊ ബോഡി ഏറ്റുവാങ്ങാനുള്ള പൈസയൊന്നുമില്ല. അപ്പൊ മോനെ കണ്ടു കഴിഞ്ഞിട്ട് വധശിക്ഷ കഴിഞ്ഞിട്ട് പോലീസുകാർ തന്നെ, ഇപ്പൊ ബോഡി ഏറ്റുവാങ്ങില് പോലീസുകാർ തന്നെ അവരുടെ ചെലവിൽ ദഹിപ്പിക്കും കടൽ തീരത്ത്. അപ്പൊ മോന്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിൽക്കുന്ന വെള്ളായിയപ്പന്റെ ചിത്രമാണ് SCERT ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പൊ വെള്ളായിയപ്പനും കണ്ടുണ്ണിയും OV വിജയന്റെ കടൽ തീരത്തെ കഥാപാത്രങ്ങളാണ്. ഇനി അടുത്തത് പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ ചേരുംപടി ചേർക്കുക. അപ്പൊ ഏതാണ്? നിർമാല്യം MDയുടെയാണ്. ചെമ്മീൻ തകഴിയുടെയാണ്. കാഞ്ചന സീത CN ശ്രീകണ്ഠൻ നായർ. ഭാസ്കര പട്ടേലുവിന്റെ ജീവിതവും സക്കറിയ. ഇതാണ് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകൃതി വിലാസം ഒന്ന് വിഗ്രഹിച്ചേ. പ്രകൃതി വിലാസം എന്ന് വെച്ചാൽ എന്താ? പ്രകൃതിയുടെ വിലാസമാണ് പ്രകൃതി വിലാസം അല്ലെ? അപ്പൊ ഓപ്ഷൻ B ആണ് പ്രകൃതിയുടെ വിലാസം. പ്രകൃതി വിലാസം. ഇനി ശരിയായ വാക്യം, ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ. ഇത് പ്രക്രമഭംഗം, അതായത് പദക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മൂലമുള്ള തെറ്റിൽ വരുന്നതാണ്. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞതല്ലല്ലോ. അടുത്തത്, മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ഇത് ശരിയാണ്. അടുത്തത് എന്താണ്? വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതം എങ്ങനെ വായിക്കും അല്ലെ? ഓപ്ഷൻ C ആണ് ഉത്തരം. അടുത്തത്, ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഡെയിലിയുള്ള കാര്യങ്ങൾ. പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ, മൂല്യനിർണ്ണയ സൂചനകൾ, കുട്ടികളുടെ പ്രതികരണങ്ങൾ. എന്താണ്? ക്ലാസ്സിന് ശേഷം അധ്യാപകന്റെ തിരിച്ചറിവുകളാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത്. അടുത്തത്, പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകൾ പെടാത്തത് ഏത്? അതായത് കരിക്കുലം ഡെവലപ്മെന്റ് ഒക്കെ ഇല്ലേ? അപ്പൊ പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകൾ അല്ലാത്തത്. അപ്പൊ പാഠ്യപദ്ധതി ചെയ്യുമ്പോൾ പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം, പഠനം ഉറപ്പാക്കുന്നതായിരിക്കണം, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായതായിരിക്കണം. ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇതെന്താണ്? ഇത് ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷനിൽ വരുന്നതാണ് അല്ലെ? അതായത് അധ്യാപക കേന്ദ്രീകൃതം ഈ പറയുന്ന സാധനത്തിൽ വരുന്നതല്ല. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ വരുന്നതല്ല ഓപ്ഷൻ D എന്ന് പറയുന്നത്. അടുത്തൊരു കോട്ടാണ് പറഞ്ഞേക്കുന്നത്, മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷ വ്യാകരണമുണ്ട്. ആരാ? നോം ചോംസ്കി ആണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം.